7ാം മാസത്തെ ചടങ്ങാ. ഒരു നേർച്ച എന്നോണം എന്നെ വിളിച്ചിരുന്നു കണ്ണൻ. ഞാനെങ്ങും പോകുന്നില്ല, സ്വാതിയും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ മേഘൻ ഇങ്ങനെ കിടക്കുമ്പോ നമുക്കൊക്കെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ വാമേട്ടാ. പക്ഷേ എനിക്കൊന്നും പോകാതിരിക്കാൻ പറ്റില്ല. ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരുത്തൻ എപ്പോഴാ അങ്ങോട്ട് കയറി വരുന്നത് പറയാൻ പറ്റത്തില്ല. അയാൾ ഡിസ്ചാർജ് ആയില്ലേ? ഇല്ലെന്നാ തോന്നുന്നത്. അവനും കണ്ണനും തമ്മിൽ എപ്പ കാണുമെന്നുള്ള ഭയത്തിലാ ഞാൻ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ സീമന്തിനി. വിശ്വനാഥനെ കൊന്നത് അവനായതുകൊണ്ട് കണ്ണന്റെ അടുത്തുനിന്ന് ആ സത്യം മറച്ചു വെക്കേണ്ടത് അവന്റെ ആവശ്യമാ. എന്നിട്ടിപ്പോ വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് നടക്കുക. അത് കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാലേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നൊക്കെ അവൻ അന്വേഷിക്കും. അതോടെ നിങ്ങളുടെ കയ്യിലും വിലങ്ങ് വീണത് തന്നെ. അതൊഴിവാക്കേണ്ടത് എന്റെ ആവശ്യമാ. അവനാണല്ലോ നമ്മുടെ ഇളയ അനന്തരവൻ. അവനെന്തിനാണ് ഇപ്പൊ വിളിക്കുന്നത്? നടന്നതൊക്കെ അവൻ അറിഞ്ഞു കാണുമോ? അവൻ അറിഞ്ഞെങ്കിൽ അവന്റെ അമ്മയും അറിഞ്ഞു കാണും. നിങ്ങൾ പെങ്ങൾക്ക് ബന്ധം ഉണ്ടാക്കി കൊടുത്തിട്ട് പെങ്ങളുടെ ഭർത്താവിനെ കൊന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞാലേ പിന്നെ ദുർഗയും നിങ്ങളെ ആ വീട്ടിലേക്ക് കയറ്റത്തില്ല. അങ്ങനെ സംഭവിച്ച പ്രതാപനെ ഞാൻ മയ്യത്താക്കൂടി. അയ്യോ, അങ്ങനെ അവനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മോനെ, എനിക്ക് അമ്മാവനൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. എന്താ മക്കളെ? അമ്മാവനൊന്ന് പുറത്തോട്ട് വാ, കണ്ടിട്ടൊരു ആവശ്യമുണ്ട്. ഫോണിലൂടെ പറയാൻ പറ്റത്തില്ലേ മോനെ? അമ്മാവ ഒന്ന് വാ അമ്മാവാ. ശരി മോനെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. നീ വെച്ചോ. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നാ പറയുന്നത്. പിടിക്കപ്പെട്ടെന്നാ തോന്നുന്നത്. കരുണയോട് പറഞ്ഞില്ലേ കരുണയില്ലാതെ പെരുമാറരുതെന്ന്? അതിന് അവൾക്കല്ലല്ലോ ഇപ്പൊ കരുണയില്ലാത്തത്. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തനല്ലേ. അവനെ തട്ടിക്കളയാതെ ഒരു രക്ഷയില്ല. ഉണ്ണി സത്യം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നെങ്കിൽ ഇനി അവന്റെ മുന്നിലോട്ട് പോണോ? അവന്റെ കയ്യിൽ നിന്നും കൂടെ വെറുതെ പോയി തല്ല് വാങ്ങിക്കണോ? നീ കരുനാക്കെടുത്തൊന്നും പറയാതെ ശ്രീമന്ത്രി. ഞാൻ ഡ്രസ് മാറിയിട്ട് ഒന്ന് പോയിട്ട് വരാം. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? അന്നത് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഈശ്വരാ, എന്താടാ മോനെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? 7ാം മാസം, അവളുടെ 7ാം മാസം, കോമലേശ്വരത്തെ മൂത്ത മരുമോളുടെ. അതിനെന്താ? അത് തറവാട്ടി വശാ നടത്താൻ പോകുന്നത്. നടത്തിക്കോട്ടെ. അമ്മാവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളിപ്പോ നിൽക്കുന്നത് അനന്തുന്റെ വീട്ടിലല്ലേ? അപ്പൊ പിന്നെ അവിടെ വെച്ച് നടത്തിക്കൂടെ? എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മോനെ? നിന്റെ തറവാട് നിന്റെ അല്ലല്ലോ, കണ്ണന്റെ അല്ലേ. അവന്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോ അവിടെ വെച്ചല്ലേ അവളുടെ 7ാം മാസം നടത്തേണ്ടത്. ആ ചടങ്ങ് അലസിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അമ്മാവ? ഏവന്റെ അമ്മായച്ചനെ ഞാനെങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുക. അപ്പോഴാ ചടങ്ങ് അലമ്പിക്കളയുന്നുള്ളൂ.
അമ്മാവനെന്താ ആലോചിക്കുന്നത്? ആ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ, ഞാനും സഹകരിക്കാം. നിന്റെ അമ്മായിച്ചൻ ഉണ്ട്? ആ ബട്ടന്റെ കാര്യം എനിക്കറിയില്ല. നീ അങ്ങനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു? പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ കരുണ പറഞ്ഞു അയാൾ കുറച്ച് സീരിയസ് ആണെന്ന്. അങ്ങോട്ട് ചെന്ന് അയാൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പോയില്ല. നന്നായി. അവന്റെ അടുത്തോട്ട് പോകാതിരിക്കുന്ന നല്ലത്. ഞാനിവിടെ പോയപ്പോ അവനെന്റെ കഴുത്തിന് പിടിച്ചായിരുന്നു. അത്രയ്ക്ക് വയലന്റ് ആണോ അയാള്? പിന്നെ ഭയങ്കര വയലന്റാ. അവന്റെ അടുത്തോട്ട് പോയാലേ അവൻ വയലന്റ് ആവും, നമ്മൾ സൈലന്റും ആവും. കഴുത്തിന് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് വല്ല മിണ്ടാൻ പറ്റൂടാ മോനെ. അയാള് കണ്ണനെയും മഹാലക്ഷ്മിയും തട്ടിക്കളയാൻ പോയതാ ലോറിയും കൊണ്ട്. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. അയാളുടെ കൂടെ എന്റെ അച്ഛന്റെ പ്രേതം കൂടി എന്നൊക്കെയാ പറയുന്നത്. അതെങ്ങനെ കൂടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ അയാളായിരിക്കും ലോറി കൊണ്ടുപോയി എന്റെ അച്ഛന്റെ ബൈക്കിൽ ഇടിച്ചത്. ഏയ്, അതിനൊരിക്കലും സാധ്യതയില്ല. എന്തുകൊണ്ടാ സാധ്യതയില്ലാത്തത്? അല്ലെങ്കിൽ അച്ഛന്റെ പ്രേതം അയാളുടെ ദേഹത്ത് കയറേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ നീ അയാളെ കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട. അങ്ങനെ ചോദിച്ചാ ചിലപ്പോ അവൻ പറയും അവനാ ലോറി കൊണ്ട് ഇടിച്ചതെന്ന്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാ അവനിപ്പോ ഉള്ളത്. വട്ടെന്ന് പറഞ്ഞ മുഴുത്ത വട്ടാ. 7-ാം മാസം ചടങ്ങ് തറവാട്ടി വെച്ച് നടത്തുന്നുവെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ മഞ്ജു മാത്രമല്ല, വേറൊരുത്തരും കൂടെ വരുന്നുണ്ട്, ആ സാഗർ. അവനൊറ്റ ഒരുത്തനാ എന്റെ മോന്റെ ജീവിതം തകർത്തത്. എന്നിട്ട് അവനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അമ്മാനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. എന്റെ മോനെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒന്നിനും പോകാതിരിക്കുന്നതാ നല്ലത്. ആ ചടങ്ങ് നടന്നു പോയിക്കോട്ടെ. വെറുതെ അതിന്റെ പിന്നാലെ നടന്ന് ഉള്ള വരുമാനം കൂടി നഷ്ടപ്പെടുത്തണ്ട. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും കണ്ണൻ മാസാമാസം നമുക്കൊക്കെ ഒരു തുക തരുന്നുണ്ട്. എന്നുവെച്ചാ ജോലി ചെയ്യാതെ കൂലി വാങ്ങുകയാണ് നമ്മളിപ്പോ. അതുകൂടി ഇല്ലാതായ കഞ്ഞുകൂടി മുട്ടിപ്പോവും. അറിയാലോ, ബാങ്കിൽ കിടക്കുന്ന പൈസ എടുക്കാൻ ഒരു താല്പര്യമില്ലാത്തവനാ നീ. അതിൽ കൈവെക്കേണ്ട അവസ്ഥ വെറുതെ ഉണ്ടാക്കരുത്. പക്ഷെ 7-ാം മാസത്തെ ചടങ്ങ് നല്ല രീതിയിൽ നടന്നു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കുഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ട അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ സന്തോഷമല്ല അമ്മാവ. അത്രത്തോളം എന്റെ ജീവിതത്തിന് തുരങ്കം വെച്ച് കഴിഞ്ഞു. അവൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് അറിഞ്ഞ ഈ പോകുന്നവനും എൻ്റെ ജീവിതത്തിന് തുരങ്കം വയ്ക്കും. നിന്റെ കെട്ടിയോളാ. നീ ആശുപത്രി കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഓ, അതിലെനിക്കൊരു പരാതിയില്ലമ്മേ. എന്റെ പരാതി അത്രയും എന്റെ ആവശ്യം നിങ്ങളാരും കണ്ണനോട് പറയാത്തതാ. ഓ, നീ ഇങ്ങോട്ട് വാ, വിളിച്ചോണ്ട് വാടാ. ഓ, ഓ, ഓ. ആ, കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെന്നും അങ്ങനെ തന്നെയാണല്ലോ. എടി മോഹിനി, നിനക്കെങ്കിലും പോയി പറഞ്ഞുകൂടായിരുന്നോ കണ്ണനോട്?
അവന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നത് ഞാനാണെന്ന്? ഇടി ആ അപകടത്തിലാണ് നിന്റെ മരുമോൻ വീൽ ചെയറിലായതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോന്ന്? കുറച്ചു ദിവസം മുമ്പ് അമ്മയും മോളും കൂടെ ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ ഇപ്പൊ ദേ അപകടം ഉണ്ടാക്കിയെന്ന് എന്നെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുക. ഞാനാണേ ബൈക്കിൽ ലോറി ഇടിപ്പിച്ചത്, ഞാനാണേ ബൈക്കിൽ ലോറി ഇടിപ്പിച്ചെന്നും പറഞ്ഞ. അത് സത്യമല്ലേ അളിയാ? അതെ അതെ. ആ. നിന്റെ മരുമോൻ അതറിയായിരുന്ന വിശ്വനാഥൻ എന്നെ വിട്ടു പോകത്തില്ലടി. അവൻ മരിച്ചെങ്കിലും ഈ ഭൂമി വിട്ടു പോയിട്ടില്ല മോഹിനി. രാത്രി ആയാലുണ്ടല്ലോ ദേ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നവല്ല അവൻ സംസാരിക്കുന്നേ. അതുകൊണ്ടാടി നിന്റെ മരുമകന്റെ കുടുംബത്തിൽ വെച്ച് പൂജ നടത്തിയത്, വിശ്വനാഥനെ ഒഴിപ്പിച്ചു വിടാനായിട്ട്. ആ സമയത്താ ഒരു ഗുണ്ട വന്ന് എല്ലാം തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളഞ്ഞത്. കണ്ണി കണ്ട കള്ള മന്ത്രവാദികൾ പൂജ നടത്തിയ ആത്മാവ് ഒഴിഞ്ഞു പോവോ? ആ മന്ത്രവാദിയുടെ മേൽവിലാസം നീ എനിക്ക് തന്നാ മതി. അങ്ങനെയാണെങ്കിലേ അവന്റെ ദേഹത്തൂടെ ലോറി കയറ്റി ഞാൻ ഇറക്കിക്കോളാം. അങ്ങനെയല്ലടാ. എടാ പ്രാന്ത, എന്നിട്ട് വേണം അവൻ നിന്റെ കൂടെ കൂടാൻ. മര്യാദക്കകത്ത് പോയി കിടക്കടാ. പോടാ. ഓ. വിളിച്ചോണ്ട് പോ മോനെ. ഓ വെച്ചു വീക്കി തരും. ആ. പോടാ. ആ, അങ്ങോട്ട് നടക്കടാ. വാ. നോക്കിക്കൊണ്ട് നിൽക്കാതെ പോ. പിടിച്ചോടാ. പിടിച്ചോടാ. രാവിലെ സംസാരിക്കാൻ വന്നിരിക്കുന്നു. ആ. അയ്യോ. ഓ. നീ എന്തിനാണ് തിരിഞ്ഞു നിൽക്കുന്നത്? എടി മോനി, ഞാൻ ആശുപത്രി കിടന്നപ്പോഴേ കണ്ണൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ ആ പരിസരത്ത് പോലും വന്നില്ല. നിനക്ക് അങ്ങോട്ട് പോയി അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു പറ കണ്ണനോട് ഇങ്ങോട്ടൊന്ന് വരാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവനോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതിനായിട്ട് ഇനി ആരും ബുദ്ധിമുട്ടണ്ട. എടാ, ഒരു കൊച്ചിനെ നീ കമലേശ്വരത്തേക്ക് കെട്ടിച്ചു വിട്ടിട്ടാ നിന്റെ മരുമോന്റെ അച്ഛനെ നീയാണ് കൊന്നതെന്ന് പറയാൻ പോകുന്നത്. എടാ, കണ്ണം മാത്രമല്ല വിശ്വനാഥന് മോനായിട്ടുള്ളത്. ഈ പറയുന്നതൊക്കെ സത്യമാണോ? നീ ചത്തുപോയവന്റെ മോനാ. ഓ, സ്വന്തം അച്ഛനെ കന്ന കൊലയാളിയാണ് അവന്റെ അമ്മായി അച്ഛനായ നീയെന്നറിഞ്ഞ. എടാ പിശാച്, അവൻ കണ്ണന്റെ കൂടെ ചേരുവടാ. നിന്റെ മോളെ ഇവിടെ കൊണ്ടുവന്നാക്കും അവൻ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി എന്റെ മോളുടെ ജീവിതം ഇല്ലാതായാലും ശരി, വിഷ്ണുവിനോട് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ആ, ഞാൻ ആണാണെങ്കിൽ കണ്ണനെ ഞാൻ അറിയിക്കും അവന്റെ അച്ഛന്റെ കൊലയാളി ഞാനാണെന്ന്. എന്തേ വാ, നീ വാ അളിയാ. ഓ, അയ്യോ, 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 ഓ, എനിക്ക് വയ്യ. ഓ. ആ അപകടത്തിന് കർണമോളല്ല, നിന്റെ മോളാണ് സാക്ഷി, നിന്റെ മൂത്ത മോള്. എന്നിട്ട് അവൾ ഇതുവരെ കണ്ണനോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ചിലപ്പോ സത്യങ്ങൾ അറിയുമ്പോ അത് സഹിച്ചെന്ന് വരില്ലടി. അതുകൊണ്ട് ആ പോയവന്റെ വായി മൂടിക്കെട്ടേണ്ടത് നിന്റെ മോളുടെയും കൂടെ ആവശ്യമാ. അത്തരം ഭീഷണിയൊന്നും വേണ്ട കേട്ടോ. എന്റെ മോളുടെ ജീവിതം തകരൂന്ന് കരുതിയിട്ടല്ല, കരുണയുടെ ദാമ്പത്യം അതോടെ തകരൂന്ന് കരുതിയിട്ടാ ഞാനും ലക്ഷ്മിയും ആ അപകടത്തെ പറ്റി ആരോടും പറയാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയും കരുണയും രണ്ട് ദിക്കിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി. നീയും നിന്റെ മോളും കൂടെ പ്രാർത്ഥിച്ചാണ് എന്റെ മോനെ വട്ടനാക്കിയത്. പ്രതാപന്റെ അമ്മയുടെ കോളാണല്ലോ.
അമ്മേ. എടാ മാമ, എടാ മഹാഭാവി, നീ ഇങ്ങോട്ടൊന്നും വരല്ലേ? നിന്നെ കണ്ടു കഴിഞ്ഞാലേ അറിയാലോ, പിന്നെ പ്രതാപൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നെന്ന് പറയാൻ പറ്റില്ല. നീയാണ് കണ്ണന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് മോഹിനിക്കോ അവിടെ മോൾക്കോ ഒന്നും അറിഞ്ഞുകൂടാ. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, എനിക്കും കരുണമോൾക്കും നിനക്കും അല്ലാതെ. അതിനിപ്പോ നിന്നെ കണ്ടിട്ടേ പ്രതാപം മോഹിനിയോട് പറയണ്ട. നിന്നെ കാണുമ്പോ മാത്രമേ നീയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയുന്നുള്ളൂ. അല്ലാത്തപ്പോ വിശ്വനാഥന്റെ കൊലയാളി അവൻ തന്നെയാണെന്നാ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നുവാമ, അതുകൊണ്ട് നിന്റെ മുഖം ഒരു കാരണവശാലും അവന് കാണാനുള്ള അവസരം ഉണ്ടാകരുത്. ഞാനാണ് വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ കണ്ണൻ മാത്രമല്ല, ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന എന്റെ പെങ്ങളും അവരുടെ മക്കളും ഒക്കെ വെറുക്കും അമ്മേ. അതറിയാടാ വാമ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ നിന്റെ നിഴല് പോലും ഇവിടെ കാണരുത്. നടന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ പ്രതാപനേക്കാളും പരുക്ക് പറ്റുന്നത് നിനക്കാ. ആ ഓർമ്മ നിനക്ക് വേണേ. അവനിപ്പോഴും ഒരു മാറ്റവും ഇല്ലയോ അമ്മേ? മാറ്റം ഇല്ലെന്ന് മാത്രമല്ല, അവൻ മറ്റെല്ലാവരുടെയും ജീവിതം മാറ്റുമെന്ന ദൃഢനിശ്ചയത്തില. നമുക്ക് ഇനി ഒരു മന്ത്രവാദം കൂടി നടത്തിയാലോ അമ്മേ? അയ്യോ, ഞാനില്ല. ഇനിയിപ്പോ മന്ത്രവാദം നടത്താൻ പോകുന്നെന്നറിഞ്ഞ ആ വൃത്തികെട്ട ആത്മാവ് എന്റെ ശരീരത്തിലായിരിക്കും വന്നു കയറുന്നത്. എന്റെ വാമ, അവൻ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകത്തില്ല. ചിലപ്പോ അവനെ കൊന്നവരെയൊക്കെ കൂടെ കൂട്ടിയിട്ടേ അവൻ പോകത്തുള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ. ഇങ്ങനെ ഓണടിക്കുന്നേ. മനുഷ്യനെ പേടിപ്പിക്കാൻ റാസ്കൽ. എടാ ഉണ്ണി, ഇങ്ങ് വന്നേ. എടാ മോനെ, അതെ, 7-ാം മാസത്തെ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താമെന്നല്ലേ തീരുമാനിച്ചിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാടാ ഇവിടെ നിൽക്കുന്നേ? പിന്നെ നമുക്ക് ഓടിപ്പോവാൻ പറ്റുമോ? ആ ചടങ്ങ് എങ്ങനെയും മുടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി അങ്ങനെയുള്ള ആലോചനയൊന്നും വേണ്ടടാ മോനെ. എന്ത് ചെയ്താലോ അത് നമുക്ക് കുഴപ്പമുണ്ടാക്കത്തേ ഉള്ളൂ. ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോ ആ ദിവസം കണ്ണനും മഹാലക്ഷ്മി അവരെ സ്നേഹിക്കുന്നതിനും സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തേനെ മേക്കേട്ടൻ? അങ്ങേരി കിടപ്പിലായതോടെ നമ്മുടെയൊക്കെ ചിറകരിഞ്ഞ പോലെ അമ്മേ. നീ ഇതെവിടെ പോവാ? എനിക്കൊന്ന് വീട് വരെ പോണം. എന്താ മോളെ? അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞ് ഇപ്പോ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരി. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോയാലോ? അത് ശരിയാ. ഹോസ്പിറ്റലിൽ പോയി കാണാന്ന് പലപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞതാ. എന്നിട്ട് പോകണ്ടെന്ന് നമ്മൾ വാശി പിടിക്കായിരുന്നു. ഞാൻ അതേപ്പറ്റി പറഞ്ഞപ്പോഴും മോള് പോകണ്ടെന്നാ പറഞ്ഞേ. മോളെ, അങ്ങനെ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് മോശമല്ലേ? മോളുടെ അച്ഛനൊരു അവശത വരുമ്പോഴേ ഞങ്ങളൊക്കെ വന്ന് കാണണ്ടേ? അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല അമ്മേ. അച്ഛന്റെ മനസ്സിനാ പ്രശ്നം. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ ഏത് രീതിയിലാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലരെയൊക്കെ ശത്രുക്കളായിട്ടും മറ്റുള്ളവരെ മിത്രങ്ങളായിട്ടും ഒക്കെയാ. ചിലപ്പോ കൈ കിട്ടുന്നൊക്കെ എടുത്ത് എറിഞ്ഞൊന്നും വരും. അയ്യോ, അത്രയ്ക്ക് വയലന്റ് ആണെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ പോരെ? അതേപ്പറ്റിയൊക്കെ സംസാരിക്കാനാ ഞാൻ പോകുന്നത്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോയാൽ എന്താ കുഴപ്പം? തൽക്കാലം അത് വേണ്ട. അത്രയ്ക്ക് ദയനീയമാ അച്ഛന്റെ അവസ്ഥ. അതൊക്കെ നിങ്ങൾ കാണുന്നത് എനിക്ക് വലിയ വിഷമാ.
മോൾ അച്ഛനെ പറ്റി ചെറിയൊരു ധാരണയൊക്കെ തന്നിട്ടുള്ളതുകൊണ്ടേ അവിടെ വരുമ്പോ കുറച്ച് വയലന്റ് ആയാലും കുഴപ്പമൊന്നും ഇല്ല മോളെ. ഇവിടുന്ന് ആരെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് മുത്തശ്ശി എന്നോട് വിളിച്ചു പറഞ്ഞേ. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഒറ്റയ്ക്ക് ചെന്നാ മതിയെന്നും പറഞ്ഞു. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.